ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. കോഴിക്കോട് വിമാനത്താവളത്തിന് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഈ മാസത്തോടെ ലക്ഷ്യമിട്ട എല്ലാ സഞ്ചരിക്കുന്ന റേഷൻ കടകളും യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി GR അനിൽ. ശബരിമലയിൽ ഈ പ്രാവശ്യം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്ന് മന്ത്രി VN വാസവൻ. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയതായും മന്ത്രി. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസി ബാധിതരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ആകാശവാണി മുൻ വാർത്താ അവതാരകൻ M രാമചന്ദ്രന് അന്ത്യാഞ്ജലി. വാർത്തകൾ വിശദമായി. കോഴിക്കോട് വിമാനത്താവളത്തിന് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എല്ലാവരുടെയും കൂട്ടായ്മയോടെ വിമാനത്താവള വികസനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ബേപ്പൂർ തുറമുഖ വികസനം, റെയിൽവേ പാതകളുടെ വികസനം എന്നീ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. ഈ മാസത്തോടെ ലക്ഷ്യമിട്ട എല്ലാ സഞ്ചരിക്കുന്ന റേഷൻ കടകളും യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി GR അനിൽ. ഇടുക്കി പന്നിയാറിൽ 137ാമത് സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് പച്ചക്കൊടി കാട്ടി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാട്ടാന ആക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ഊരുകളിൽ നേരിട്ട് സർക്കാർ ചെലവിൽ അരി എത്തിക്കുന്ന പരിപാടിയാണ് സഞ്ചരിക്കുന്ന റേഷൻ കട. ശബരിമലയിൽ ഈ പ്രാവശ്യം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്നും വിർച്വൽ ബുക്കിംഗ് വഴി ദിവസേന 80,000 ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി VN വാസവൻ. പാമ്പാടിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തിയാൽ അക്കാര്യം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയത് ഹൈക്കോടതിയാണ്. ദേവസ്വം ബോർഡിന് പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം കോടതിയുടെ പരിഗണനയ്ക്ക് വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം തോന്നക്കലിലെ ചികിത്സാ ഉപകരണ നിർമ്മാണ പാർക്ക് അടുത്ത വർഷം മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വ്യവസായ വളർച്ചയിൽ കുതിപ്പുണ്ടാക്കാനും സാധിക്കും. നിലവിൽ രാജ്യത്തെ മെഡിക്കൽ ഉപകരണ നിർമ്മാണത്തിൽ 20% കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസി ബാധിതരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം. സെറിബ്രൽ പാൾസി ബാധിച്ചവരുടെ വ്യക്തിത്വവും കഴിവും അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ദിനാചരണം ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്ന വകുപ്പിന്റെ കീഴിൽ ദേശീയ, പ്രാദേശിക കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. മൃഗസംരക്ഷണ മേഖലയിലും ചുവടുറപ്പിക്കാനൊരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകർ. മൃഗസംരക്ഷണ വകുപ്പിന്റെ അംഗീകൃത വോളണ്ടിയർമാരായി കുടുംബശ്രീ അംഗങ്ങളും മാറുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മൃഗാശുപത്രികൾ നടത്തുന്ന സർവേകൾ, ഇൻഷുറൻസ് ടാഗിംഗ്, കന്നുകാലികളുടെ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തൽ, പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുകളുടെ സംഘാടനം, രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ, തെരുവുനായ നിയന്ത്രണം, പേവിഷബാധ നിയന്ത്രണം എന്നിവയാണ് ഹെൽപ്പ് എന്ന പേരിലുള്ള ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തന മേഖല. സുൽത്താൻ ബത്തേരിയിലും കണ്ണൂരിലുമുള്ള ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററുകളിൽ വെച്ച് 16 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനവും തുടർന്ന് എഴുത്തുപരീക്ഷയ്ക്കും പ്രാക്ടിക്കലിനും ശേഷമാണ് ഹെൽപ്പ് വോളണ്ടിയർമാരാവുന്നത്. പരിശീലനം ലഭിച്ച 11 കുടുംബശ്രീ പ്രവർത്തകർക്ക് കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും PV അൻവർ MLA. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും അൻവർ പറഞ്ഞു. ചെന്നൈയിൽ പോയത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് മഞ്ചേരിയിലെ സമ്മേളന വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്നും DMKയുടെ നിരീക്ഷകർ തമിഴ്നാട്ടിൽ നിന്ന് എത്തുമെന്നും ഇവർ വേദിയിൽ കയറില്ലെന്നും അൻവർ പറഞ്ഞു. ADGPയെ ചുമതലയിൽ നിന്ന് മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നും അൻവർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി മുൻ വാർത്താ അവതാരകൻ M രാമചന്ദ്രന് അന്ത്യാഞ്ജലി. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. ഭൌതികദേഹം രാവിലെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെ 1ാം വിള നെല്ല് സംഭരണത്തിനായി മില്ലുകൾ അനുവദിച്ചു തുടങ്ങി.
അടുത്ത ആഴ്ചയോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കൃഷിവകുപ്പിൽ നിന്ന് പരിശോധന പൂർത്തിയാക്കി അപേക്ഷകൾ ലഭിക്കുന്നതിനനുസരിച്ചാണ് പാടശേഖരങ്ങളിലേക്ക് മില്ലുകൾ അനുവദിക്കുന്നത്. നെല്ലെടുപ്പിനായി സപ്ലൈകോയിൽ കരാർ ഒപ്പിട്ട മില്ലുകളെയാണ് പാടശേഖരങ്ങളിലേക്ക് അനുവദിക്കുക. ഇതുവരെ 35 മില്ലുകളാണ് ജില്ലയിൽ നിന്നും സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. നെല്ലെടുപ്പിന് മില്ലുകൾ അനുവദിക്കുന്ന മുറയ്ക്ക് പാഡി പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റുമാരെയും നിയോഗിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. ഇതിനായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധനകൾ പൂർത്തിയായി. ഇതുവരെ 40,000-ലധികം കർഷകർ ജില്ലയിൽ നിന്ന് ഒന്നാം വിള നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് സപ്ലൈകോയുടെ തീരുമാനം. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസന്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട MBS യൂത്ത് കൊയറിന്റെ 36ാം വാർഷികാഘോഷ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. കാർത്തിക തിരുനാൾ തിയേറ്ററിൽ നടക്കുന്ന പരിപാടി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാഹിത്യകാരനായ ജോർജ് ഓണക്കൂറിന് ഈ വർഷത്തെ MBS പുരസ്കാരം നൽകി ആദരിക്കും. കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മയും ചടങ്ങിൽ പങ്കെടുക്കും. അക്ഷരനഗരിയായ കോട്ടയത്ത് ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം പൂർത്തിയാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന ഗ്യാലറികളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. 6000-ഓളം ഭാഷകളുടെ വിവരണങ്ങൾ അവതരിപ്പിക്കുന്ന ലോക ഭാഷകളുടെ ഗ്യാലറിയും ഇതിൽ ഉൾപ്പെടും. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടകത്ത് 15,000 ചതുരശ്ര അടി കെട്ടിടത്തിലാണ് മ്യൂസിയം ഒരുങ്ങുന്നത്. ഈ മാസം 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരം മ്യൂസിയം ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപകനും പ്രശസ്ത എഴുത്തുകാരനുമായ കാരൂർ നീലകണ്ഠപിള്ളയുടെ അർദ്ധകായ പ്രതിമ മ്യൂസിയത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. തുലാവർഷമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടിയുള്ള മഴയ്ക്കായിരിക്കും സാധ്യതയെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മലയോര മേഖലയിലും വനത്തിലും കൂടുതൽ മഴ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. 48ാമത് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. അശോകൻ ചരുവിലിനാണ് അവാർഡ്. കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് അവാർഡ്. തൃശൂരിലെ ATM മോഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ മോഷണം നടന്ന ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്. തൃശൂർ ഷൊർണൂർ റോഡിലെ ATMലാണ് പ്രതികളെ ആദ്യം എത്തിച്ചത്. ആയുധങ്ങൾ ഉപേക്ഷിച്ച താണിക്കുടം ഭാഗത്തും പ്രതികളെ കൊണ്ടുപോകുന്നുണ്ട്. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഉച്ചയ്ക്ക് ശേഷം 3:30-നാണ് മത്സരം ആരംഭിക്കുക. പുരുഷന്മാരുടെ ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ നടക്കും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം തുടങ്ങുക. 3 മത്സരങ്ങളാണ് T20 പരമ്പരയിലുള്ളത്. കോട്ടയം MC റോഡിൽ കുമാരനെല്ലൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. എറണാകുളം ഇടപ്പള്ളി മന്നാമരിയ വീട്ടിൽ 25 വയസ്സുള്ള രോഹിത്താണ് മരിച്ചത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവാവിനെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികളുടെ തുടർച്ചയായി ഈ മാസം 20 വരെ നടത്തുന്ന ജനദ്രോഹ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം എന്ന ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം KPCC അധ്യക്ഷൻ K സുധാകരൻ നിർവഹിച്ചു. വയനാട് മാനന്തവാടി ഗാന്ധി പാർക്കിലായിരുന്നു പരിപാടി. തൃശൂർ പെരിങ്ങോട്ടുകര ചിറക്കൽ പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ജല അതോറിറ്റിയുടെ ഇല്ലിക്കൽ പമ്പ് ഹൌസിൽ നിന്ന് ചാഴൂർ പ്ലാന്റിലേക്കുള്ള മെയിൻ പമ്പിംഗ് മാറ്റി സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ ചാഴൂർ, താന്ന്യം, അന്തിക്കാട് പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. നാളെ മുതൽ വ്യാഴാഴ്ച വരെയാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് വിമാനത്താവളത്തിന് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഈ മാസത്തോടെ ലക്ഷ്യമിട്ട എല്ലാ സഞ്ചരിക്കുന്ന റേഷൻ കടകളും യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി GR അനിൽ. ശബരിമലയിൽ ഈ പ്രാവശ്യം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ലെന്ന് മന്ത്രി VN വാസവൻ. നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തിയതായും മന്ത്രി. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസി ബാധിതരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കുകയുമാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ആകാശവാണി മുൻ വാർത്താ അവതാരകൻ M രാമചന്ദ്രന് അന്ത്യാഞ്ജലി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.